ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് മുമ്പേ പറഞ്ഞിരുന്നു, ഞാൻ എൻ്റെ ദേഹത്ത് ഇങ്ങനെ ഒരു ബാധ കൂടിയ ഒരു കഥയുണ്ട്, അത് പറയാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതാട്ടോ ഞാൻ ഇന്ന് പറയുന്നത്. അപ്പോൾ ഇത് കുറച്ച് കാലം മുന്നേ ആണ് കേട്ടോ, കല്യാണം കഴിഞ്ഞ ഉടനെ, അതായത് കല്യാണം കഴിയുന്നതിന് മുമ്പല്ല, കല്യാണം കഴിഞ്ഞ ഉടനെ ഉണ്ടായ ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞത്. ശരിക്കും ഉണ്ടായിട്ടുള്ളതാണ്, നുണയൊന്നും അല്ല കേട്ടോ. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഒരു മാസം ആയപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലുള്ളത്. എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ പറഞ്ഞു, നമുക്ക് ഈ എന്താണ് പറയുക, വയനാട്ടിലേക്ക് പോകുന്ന ചുരത്തിൻ്റെ താഴെ ഒരു ഒടുങ്ങാമ്പള്ളി എന്നോ എന്തോ പറയുന്നൊരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ ഉമ്മാക്കൊന്ന് പോകണം, ഒരാഗ്രഹമുണ്ട്, നേർച്ചയുണ്ട്, അവിടെ പോയി കൊടുക്കണം എന്ന് പറഞ്ഞു. ഓക്കെ എന്നാൽ ശരി പോകാമെന്ന് പറഞ്ഞ് നിൽക്കാനോടൊക്കെ സമ്മതം വാങ്ങി. ഞങ്ങൾ ഒരു ദിവസം രാവിലെ ഇവിടുന്ന് പുറപ്പെട്ടു. അവിടെ എത്താനായപ്പോഴേക്ക് എനിക്കാണെങ്കിൽ യാത്ര ചെയ്ത ഭയങ്കര ഛർദി, ഒമിറ്റ് ചെയ്യുന്ന ആളാണ് ഞാൻ, പെട്ടെന്ന് ഒമിറ്റ് ചെയ്യും. അപ്പോൾ ഈ എന്താ പറയുക, ഒരുപാട് പരിചയമില്ല, എപ്പോഴും പോയി വരുന്ന സ്ഥലമാണെങ്കിൽ കുഴപ്പമില്ല, എത്ര ദൂരെയാണെങ്കിലും എപ്പോഴും പോയി വരുന്ന സ്ഥലമാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ പോവാതിരിക്കുമ്പോൾ പെട്ടെന്നൊരു യാത്ര അറിയാത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഞങ്ങൾ ഒക്കെ കൽപ്പിച്ച് ഛർദിക്കുള്ള ഗുളികയൊക്കെ വാങ്ങി കുടിച്ച് അവിടെ എത്തി. എന്നാലും ഛർദിക്കുള്ള ഗുളിക ചിലപ്പോൾ എനിക്ക് അങ്ങോട്ട് ഏശില്ല. അപ്പം അന്ന് അതേപോലെ ഏശിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഗുളികയൊക്കെ വാങ്ങി കുടിച്ച് അവിടെ എത്തുമ്പോഴേക്കും എനിക്ക് തലയൊക്കെ കനത്തിട്ട് ഛർദിക്കാൻ വന്നാകെ ക്ഷീണം. ഛർദിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഡൗണായിപ്പോവും, ഡൗണായിപ്പോവും. ഛർദിക്കാൻ വന്നിട്ട് തലയൊക്കെ നന്നായിട്ട് കനത്ത് ആകെ എന്താ പറയുക, ആകെ ഡൗണാവും. അപ്പം അവിടെ എത്തിക്കഴിഞ്ഞപ്പം മക്ബറയിൽ സിയാറത്തിന് പോവുമല്ലേ, മക്ബറയിൽ അവിടുത്തെ മക്ബറയിൽ പോയിട്ട് ഈ ഉമ്മ യാസീനും കാര്യങ്ങളൊക്കെ, മക്ബറയിലേക്ക് യാസീനും കാര്യങ്ങളും ഓതി. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ കിടക്കുക, എനിക്ക് തീരെ വയ്യ കിടക്കാറിന്. അങ്ങനെ ഉമ്മ യാസീനൊക്കെ ഓതി. അപ്പോൾ ഒരു 12:30 ആ സമയമായിട്ടുണ്ട് കേട്ടോ ഞങ്ങളവിടെ എത്തുമ്പോൾ. അപ്പോൾ ഉമ്മ പറഞ്ഞു എനിക്കൊന്ന് ബാത്റൂമിലൊക്കെ ഒന്ന് പോകണം, അവിടെ നിന്ന് ഇവിടെ മറ്റേ യാത്ര ചെയ്തിട്ട് 1.5 മണിക്കൂറോ 1.25 മണിക്കൂറോ 2 മണിക്കൂറോ എന്തോ ഉണ്ട് യാത്ര, ഉണ്ടെന്ന് തോന്നും. അപ്പോൾ ഉമ്മ പറഞ്ഞു എനിക്ക് ബാത്റൂമിൽ പോകണം. അപ്പോൾ എവിടെയാണ് ബാത്റൂം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ എനിക്കും ഉണ്ട് പോകാൻ, ഞാനും വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഉമ്മയും കൂടെ ബാത്റൂം പോകാൻ വേണ്ടിയിട്ട് അവിടെ ഉള്ള ഒരാളോട് ചോദിച്ചു എവിടെയാണ് ബാത്റൂം എന്ന്. അപ്പോൾ ഒരു പറഞ്ഞു ഈ പള്ളിക്കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകണം, കുറച്ച് അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞു. ഓക്കെ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അതൊക്കെ കേട്ട് ഞങ്ങൾ എന്താക്കി, അവിടെ നിന്ന് ഇറങ്ങി. ആ പള്ളിക്കാട് ഉച്ച സമയത്ത് 1 മണി അപ്പോഴേക്ക് ആ യാസിനെ കോതി കഴിഞ്ഞ് അവിടെ ദ്വയലൊക്കെ കൂടിക്കഴിഞ്ഞ് നിൽക്കുമ്പോഴത്തേക്ക് 1 മണി 1:30 ആ സമയം ആയിട്ടുണ്ട്. അപ്പം നമ്മളെന്താക്കി ആ സമയത്ത് അതിലേ പോയി. അപ്പോൾ തന്നെ എൻ്റെ മനസ്സിനൊരു വല്ലാത്തൊരു എന്താ പറയുക വിഷമം പോലെ ഉണ്ടായിരുന്നു, ഒരു പേടി. മക്ബറൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ അല്ലേ പോകണം, ഇതുവരെ പോകാത്ത ഒരു സമയമാണ്. ഇതുവരെ മക്ബറൻ്റെ ഉള്ളിൽ കൂടെ ഒന്നും പോയിട്ടില്ല, ആ സമയത്തും പോയിട്ടില്ല. കണ്ടിക്കണമെന്നല്ലാതെ മക്ബറൻ്റെ ഉള്ളിലൊന്നും ജീവിതത്തിൽ ഇതുവരെ കയറിയിട്ടില്ല. അന്നാണ് ആദ്യമായിട്ട് ഞാൻ അതിലേ പോണത്. അങ്ങനെ പോയി ഞങ്ങൾ എന്താ പറയുക, അവിടെ നിന്നും കുറച്ച് മക്ബറ കഴിഞ്ഞിട്ടും അവിടെ പാത്തുക്കുട്ടി ഭയങ്കര ഒച്ച ഉണ്ടാക്കലാട്ടോ. ഒരു ജനവാതിൽ തുറക്കാൻ കഴിയായിട്ടുള്ള ഭയങ്കര കീറല. അപ്പോൾ അവൾ വിചാരിച്ച കാര്യം എന്തെങ്കിലും നടന്നില്ലെങ്കിൽ ഭയങ്കര ഒച്ചയും ബഹളമാണ്. അപ്പോൾ അതേമാതിരി അപ്പോൾ ബാക്കി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞങ്ങൾ ബാത്റൂമിലൊക്കെ പോയി തിരിച്ച് വന്നു. പിന്നെ തിരിച്ച് വന്ന് ബസ് അവിടുന്ന് സലാമൊക്കെ പറഞ്ഞ് മടങ്ങി ബസ് കയറി വരുമ്പോഴേക്കും പിന്നെ ഭയങ്കര ഛർദി. അപ്പോൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായി പോയി വന്നു എന്നൊക്കെ. അപ്പം അമ്മ അങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് തീരെ വയ്യ, ഛർദിച്ചിട്ട് ഓക്ക് തീരെ സംസാരിക്കാനൊന്നും വയ്യാതെ കിടക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞാൻ വരണോ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വന്നോളാൻ പറയുന്നാൽ വരികയാണെങ്കിൽ വന്നോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വരാമെന്ന് പറഞ്ഞു. ഇക്ക വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഉമ്മാനോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഓട്ടോ വിളിച്ചിട്ട്, കോഴിക്കോട് നിന്ന് ഓട്ടോ വിളിച്ചിട്ട് വീട്ടിലേക്ക് പോയാൽ മതിയായിരുന്നു. അപ്പോൾ എൻ്റെ വീട് കോഴിക്കോട് കേട്ടോ, ഞാൻ താമസിക്കുന്നത് ബേപ്പൂരാണ്. അപ്പം അവിടുന്ന് ഓട്ടോ വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു. ടൗണിൽ ഇറങ്ങിയിട്ട് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോരും, എന്നാൽ പിന്നെ ബസ് ഇറങ്ങി കയറി ആകെ ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് വെച്ചിട്ട്
അങ്ങനെ ഞങ്ങൾ ബസ്സൊക്കെ കയറി വീട്ടിലെത്തി. അപ്പോഴൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ, ഒരു കുഴപ്പമില്ല വെച്ച് കഴിഞ്ഞാൽ ഈ ഛർദ്ദിക്കാൻ വന്ന ക്ഷീണവും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടെങ്കിലും ഛർദ്ദിച്ചെങ്കിലും അങ്ങനത്തെ ബുദ്ധിമുട്ടുകളല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അങ്ങനെ ഇക്ക നിന്നു. പിറ്റേന്ന് ദിവസം ഇക്ക പോവാറായി. അപ്പം ഇക്ക ഉണ്ടല്ലോ വീട്ടിൽ. അപ്പം ഭക്ഷണമൊക്കെ പറഞ്ഞ് ഭക്ഷണമൊക്കെ ഞാൻ മേശപ്പുറത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്, നിങ്ങളാവുമ്പോൾ കുടിച്ചോ, പോണതിന് മുന്നേ മാറ്റി കഴിഞ്ഞിട്ട് പോണതിന് മുന്നേ ഇക്ക പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. പോണതിൻ്റെ മുന്നേ എന്ത് പാത്തുമ്മ അപ്പോൾ ഇക്ക പോണതിന് മുന്നേ ഭക്ഷണം കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് മേശമേലൊക്കെ വെച്ചിട്ട് പറഞ്ഞേ ഞാൻ അലക്കാൻ പോവുകയാണ്, ഞാൻ അലക്കി വരാം, കുറച്ച് അലക്കാനുണ്ടായിരുന്നു. പോയാൽ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്നാലേ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇക്കാനെ ചായ കുടിക്കാൻ വേണ്ടി വിളിക്കാൻ പോയപ്പോൾ ഇക്ക ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ണിലേക്ക് നോക്കിയപ്പം പെട്ടെന്ന് തന്നെ എനിക്ക് എന്താ പറയുക, ഇങ്ങനെ ദേഷ്യം വരിക, ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് കണ്ണൊക്കെ ഇങ്ങനെ ചുവന്നിട്ട് പിന്നെ എന്താണ് ഞാൻ അങ്ങനെ കരയുക, ഭയങ്കര കരച്ചിൽ, പറഞ്ഞാൽ പെരും കരച്ചിൽ, വേറൊന്നുമില്ല, കരയുക, ഭയങ്കര കരച്ചിൽ എൻ്റെ ഉള്ളിൽ എനിക്കുണ്ട്. ഞാൻ എന്തിനീ കരയുന്നത് എന്താ അറിയില്ല, പെട്ടെന്നൊരു കരച്ചിൽ ഉള്ളിൽ. നമുക്ക് നമ്മളെ ബോധമുണ്ട്, പക്ഷെ പുറത്ത് നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതായത് നമ്മളെ മൈൻഡിനെ നമുക്ക് കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റുന്നില്ല. മൈൻഡ് വേറെ എന്തോ ഒന്നിൽ അകപ്പെട്ട് പോയ പോലെ. അതായത് ഭയങ്കര കരച്ചിൽ പറഞ്ഞാൽ ഭയങ്കര ഒച്ചയിലിട്ടോ, ഭയങ്കര ഒച്ചത്തിൽ. അതിൽ ഇക്കൊന്നാകെ പേടിച്ച് ഇക്ക എന്താക്കി കണ്ണൊക്കെ ഇങ്ങനെ പൊത്തി വെച്ചിട്ട് തലയിൽ കൈ വെച്ച് എന്തൊക്കെയോ ഫാത്തിഹയും ആയതിൽ കുറിച്ച് അങ്ങനെ എന്തൊക്കെയോ ചൊല്ലിയപ്പം അടങ്ങിട്ടോ. അപ്പോൾ ഇക്ക ഇങ്ങനെ കൈയൊക്കെ പൊത്തി കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് പൊത്തി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കൈയെടുക്കുക. അങ്ങനെ കൈയെടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് പറ്റിയത് എന്നോട് ചോദിച്ചാൽ എന്താടി എനിക്ക് പറ്റിയത്. ഞാൻ എന്തേ വെച്ച് പറഞ്ഞേ അത് എനക്കെന്താ പറ്റി. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്താണാവോ, എനിക്ക് എന്താ പറയുക എൻ്റെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പം തോന്നുന്നു, എനിക്ക് കഴിയണില്ല എന്ന് പറഞ്ഞു. അതിൽ എന്നോട് പറഞ്ഞു ഉമ്മാനോട് പറയണ്ടേ. ഞാൻ പറഞ്ഞേ ഉമ്മാനോടൊന്നും പറയണ്ട, അത് ചിലപ്പം പെട്ടെന്ന് എന്തെങ്കിലും ഇതായതായിരിക്കും, ഉമ്മാനോട് പറയണ്ടായിരുന്നു. അപ്പം എന്നോട് തന്നെ പറഞ്ഞാൽ പറ്റൂല, ഉമ്മാനോട് പറഞ്ഞില്ലെങ്കിൽ ഉമ്മ ഞാനിട്ട് പോയാൽ പെട്ടെന്ന് ഇതേമാതിരിയിട്ട് ആയിട്ടുണ്ടെങ്കിൽ ഉമ്മാക്ക് ബേജാറായി പോകുമെന്ന് പറഞ്ഞു. അതിൽ ഇക്ക ഉമ്മാനെ വിളിച്ചോണ്ടാന്ന്, ഉമ്മാനെ അലക്കുന്നിടത്ത് ഉമ്മാൻ്റെ അലക്കുന്ന ആ സൈഡിൽ പോയിട്ട് ഉമ്മാനെ വിളിച്ചു കഴിഞ്ഞിട്ട് കൊണ്ടുവന്നു. ഉമ്മ ഒക്കെ എന്താ അറിയില്ല, ഒന്ന് വന്ന് നോക്കി എന്തോ കുഴപ്പമുണ്ടോ. അങ്ങനെ ഉമ്മ നോക്കിയാൽ ഒക്കെ എന്തോ കുഴപ്പം. ഉമ്മ അങ്ങനെ എന്നെ നോക്കിയിട്ട് പറഞ്ഞു ഒക്കെ എന്ത് കുഴപ്പം, ഒരു കുഴപ്പമില്ല, എന്ത് കുഴപ്പമോ ഞങ്ങൾക്ക് തോന്നിയതായിക്കാൻ. ഉമ്മ അതിൽ എന്നാൽ നിങ്ങൾ ചായ കുടിച്ചോളി ഇരുന്ന് ഞാനിട്ട് പറഞ്ഞു. അതിൽ ചായ കുടിക്കാൻ തുടങ്ങിയപ്പം പിന്നെ ഇതേമാതിരി ഇക്ക അങ്ങനെ മുന്നിൽ കൂടി അങ്ങനെ പോണത് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ ഇളകുകയാണ്, ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇളകുക. എന്തോ ഇക്കാനോടൊരു വൈരാഗ്യം ദേഷ്യമൊക്കെ ഉള്ള പോലെ ഇളകുക. അപ്പം അവിടെ നിന്ന് അങ്ങനെ കരയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേദന സഹിക്കാൻ കഴിയാത്ത ഊളാക്കിട്ട് കരച്ചിലില്ലേ, അതേപോലത്തെ കരച്ചിൽ. എന്നിട്ട് കണ്ണിങ്ങനെ ചുവന്ന. അതിൽ ഇമ്മ അങ്ങോട്ട് പേടിച്ചിട്ട് പഠിച്ച റബ്ബേ എൻ്റെ കുട്ടിക്ക് എന്തായിപ്പോയി, എൻ്റെ കുട്ടി. വീട്ടിൻ്റെ അടുത്തുള്ളവരൊക്കെ ഓടി വന്ന്, വീട്ടിൻ്റെ അടുത്തുള്ളവരൊക്കെ വന്ന് പറയൽ തുടങ്ങി ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം ഇല്ലേനല്ലോ, എന്താ പറ്റിയത് പെട്ടെന്ന്, എന്താ പറ്റിയത്. എല്ലാവർക്കും ഇതാ ചോദിക്കേണ്ടത്, എന്താ പറ്റിയത് പെട്ടെന്ന്, എന്താ പറ്റിയതെന്ന്. അതിൽ പറഞ്ഞു നമുക്ക് ഏതെങ്കിലും ഉസ്താദുമാരെടുത്ത് കൊണ്ടുപോയി നോക്കുന്നാൽ. ഏത് ഉസ്താദ്, ഒരു ഉസ്താദിനെ അറിയില്ല. അപ്പം ഉമ്മട്ട് പണ്ട് കേട്ടിക്കണെന്ത് എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു ഇങ്ങനെ ഒരു ഉസ്താദ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അവിടേക്കാണ് എൻ്റെ ഏട്ടത്തിനെ വിട്ടത്, ആനങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ ഏട്ടത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ടെടി, ഉസ്താദിനെ കാണണം എന്ന് പറഞ്ഞു. അതിൽ ഓള് പറഞ്ഞാൽ അങ്ങനെ ഒരു ഉസ്താദ് ഉണ്ട് ഇവിടെ, ഞാൻ ഇത്താൻ്റെ ഹസ്ബൻഡിനെ പറഞ്ഞയപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ
ഓരെ പറഞ്ഞേൽപ്പിക്കാന്ന് പറഞ്ഞ് അങ്ങനെ അപ്പോൾ എനിക്ക് അളിങ്കാക്കുക ഏടത്തിൻ്റെ ഭർത്താവ് പറയുമ്പോൾ എനിക്ക് അളിങ്കാക്കുകയാണല്ലോ വരിക. അപ്പോൾ അളിയനെ പറഞ്ഞേൽപ്പിക്കാന്ന് പറഞ്ഞാൽ അളിയനെ അവിടെ പോയിട്ട് മുപ്പര് ടോക്കണൊക്കെ എടുക്കണം എന്ന് തോന്നും. അങ്ങനെ ടോക്കണൊക്കെ എടുത്തുകൊണ്ടെന്ന് വെച്ച് വേഗം അപ്പോഴേ ഞാൻ ഇവിടുന്ന് പറയുന്നുണ്ട് നമുക്ക് തൃപ്പനഞ്ചിയിൽ പോകാം. നമുക്ക് തൃപ്പനഞ്ചി എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ മഞ്ചേരി കീശ്ശേരി തൃപ്പനഞ്ചി പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ഉസ്താദുണ്ട്. ഇക്ക കണ്ടിട്ടുണ്ട് ആ ഉസ്താദിനെ. ഇപ്പോൾ വഫാത്തായി. ഇക്ക കണ്ടിട്ട് ഇക്കക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉസ്താദിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എപ്പോഴും പോകലുണ്ട്. അപ്പോൾ എന്നോട് എപ്പോഴും പറയലുമുണ്ട് ആ ഉസ്താദിൻ്റെ കാര്യം ഇങ്ങനെ എപ്പോഴും എന്നോട് പറയലുമുണ്ട്. അപ്പം ഇതേപോലെ അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു നമുക്ക് തൃപ്പനഞ്ചിയിൽ പോവാം. അപ്പം പറഞ്ഞേ അത്രയും ദൂരം ഒന്നും കൊണ്ടുപോകാൻ പറ്റൂല ഈ അവസ്ഥയിൽ. ഇപ്പോൾ അത്രയും ദൂരം ഒന്നും പോകാൻ പറ്റൂല പറഞ്ഞു. അതിലങ്ങനെ ഉമ്മാൻ്റെ നാട്ടിൽ തന്നെ ഒരു ഉസ്താദിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അപ്പം ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ല. കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ അവിടെ നിരത്തിയിട്ടിട്ട് ഞാൻ എങ്ങനെ പോരല്ലേ ഭക്ഷണവും കഴിക്കാതെ. അപ്പോൾ എനിക്കാണെങ്കിൽ ദാഹിക്കാൻ ഞാൻ പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ജ്യൂസ് വാങ്ങി തരാൻ വേണ്ടി ഞങ്ങളെല്ലാം കൂടെ കടയിൽ കയറി. ഇങ്ങനെ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇക്ക പിന്നെ ഇങ്ങനെ മുന്നിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ശ്രദ്ധിക്കണം. അപ്പോൾ ചില സമയത്ത് ഇത് ശ്രദ്ധ പോകണുള്ളൂ, അല്ലാത്ത സമയത്ത് ശ്രദ്ധ പോകണില്ല. അങ്ങനെ അവിടുന്ന് ജ്യൂസ് വാങ്ങി കുടിക്കുമ്പോൾ ഇതേപോലെ പിന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് അതിങ്ങനെ കേട്ടോ വരിക പറഞ്ഞിട്ട് തുടങ്ങുക കരച്ചിൽ. അപ്പോൾ അത് കണ്ടേ പൈക്ക് പാത്തുട്ടി കേട്ടോ. ഈ പാത്തുട്ടി സമ്മതിക്കൂല അത് ഫുള്ളാക്കാൻ. കഥ പറയട്ടെ ഫോണും കൊണ്ടിപ്പോവും കുട്ടിയെ. അല്ല അപ്പോൾ എന്താണ് അപ്പോഴും അതേപോലെ അങ്ങനെ കരയാനൊക്കെ വന്നപ്പോൾ ഇക്ക അതേമാതിരി തന്നെ തലയിൽ കൈവച്ച് കൊണ്ട് ഊതിയപ്പോൾ പിന്നെ അത് നിർത്തിയിട്ടോ. അങ്ങനെ ഞങ്ങളെ ടോക്കൺ നമ്പറായി. ആയപ്പോൾ ഞങ്ങൾ ഒരുപാട് ജനങ്ങളുണ്ട് കേട്ടോ അവിടെ ഇഷ്ടം പോലെ. അപ്പം ഞങ്ങളെ ടോക്കൺ നമ്പറായപ്പോൾ ഞാൻ ഇതേമാതിരി അവിടേക്ക് കയറാൻ വാതിലാണ്ട് തുറന്നപ്പോഴത്തേക്ക് പിന്നെയും തുടങ്ങി ഇതേപോലെ കരയാൻ. അപ്പോൾ അതൊട്ട് ഇരിക്കുന്നുണ്ട്. ഇതേപോലെ കരയിൽ പിന്നെയും തുടങ്ങിട്ടോ. അപ്പം ആ ഉസ്താദ് ഇങ്ങനെ പറയുന്നുണ്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് അറിയുന്നുണ്ട്. അതിൽ തല താഴോട്ടിട്ട് ഇങ്ങായിട്ട് കരച്ചിലാണിത്. തല മുകളിലേക്ക് ഇടണേ ഇല്ല. അങ്ങനെ ഉസ്താദ് പറഞ്ഞേ എന്നാൽ കൊണ്ടുപോയി പുറത്തേക്ക് ഇരുത്തിക്കോളിയായിരുന്നു. അങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോയി കിടത്തി പുറത്തേക്ക് കൊണ്ടുപോയി. നല്ല കരച്ചിലാണ്. ഇവിടെ വീട്ടിൽ നിന്നൊക്കെ ഉണ്ടായതിനേക്കാളും ഡബിള് ഉസ്താദിൻ്റെ അടുത്ത് പോയതിൻ്റെ ആ ഒരു തൈക്കാരം ഇഷ്ടപ്പെടാതെ. അപ്പം തല്ലല്ലേ അങ്ങനെ എന്താണ്. അപ്പോൾ ഈ ഉസ്താദ് ഇക്കാനെയും അളിയനൊക്കെ ഉണ്ടായതിനും കൂടെ അളിയനൊക്കെ വിളിച്ച് ചോദിച്ച് ഇത് ഇവിടെ എന്താണ് ആ കുട്ടി പറയണതെന്ന് വെച്ചാൽ ഉസ്താദ് നമുക്ക് തൃപ്പനഞ്ചി പോകണമെന്നാണ് പറയണതെന്ന് പറഞ്ഞു ഇക്ക. അപ്പോൾ ഉസ്താദ് പറഞ്ഞാൽ എന്നാൽ അതാ നല്ലത്, അവിടെ കൊണ്ടുപോയിക്കോളി. ഇവിടുന്ന് ഞാൻ എന്തെങ്കിലും ചെയ്താൽ ചിലപ്പോൾ ഈ കുട്ടിക്ക് കൂടും, എന്തോ ബാധ ഏറിയതാണ്, പിന്നെ ഇവിടുന്ന് ഞാനൊന്നും ചെയ്യണില്ല, നിങ്ങൾ കൊണ്ടുപോയിക്കോളി, അങ്ങോട്ട് തന്നെ കൊണ്ടുപോയിക്കോളി, അതാണ് നല്ലത് പറഞ്ഞു. അതിൽ കേട്ടൻ വാതി കേൾക്കാത്ത വാതി ഞങ്ങളെല്ലാവരും കൂടെ ഓട്ടോറിക്ഷ വിളിച്ചിങ്ങേറ്റ് അവിടുന്ന് മഞ്ചേരി വന്ന് ഇവിടെ ഒരു മലയുണ്ട് തൃപ്പഞ്ചി അറിയുന്നവർക്കറിയാം മലയുണ്ട്. ആ മലേൻ്റെ മുകളിലേക്ക് ബാധകളൊക്കെ ഇറക്കുന്ന സ്ഥലമോ എന്തൊക്കെയോ ആണ് പാത്തുട്ടി. അപ്പം പാത്തുട്ടി അടങ്ങിയിരിക്ക്. അപ്പം അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അതിൽ ഇക്ക പറഞ്ഞ് അവിടെ എത്തിയപ്പോൾ ഇക്ക പറഞ്ഞ് ഓട്ടോറിക്ഷ ഇവിടെ താഴെ നിർത്തുക, എന്നിട്ട് ഇജ്ജി ഇവിടുന്ന് നടന്ന് അങ്ങോട്ട് കയറിക്കോ പറഞ്ഞ്. അങ്ങോട്ട് പോയിക്കോളുള്ളതൊക്കെ എന്ന് പറഞ്ഞു. അതിൽ ഞാൻ എന്തൊക്കെയാ കയറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രയാസമൊന്നുമല്ല. എന്തൊരു പ്രയാസമെന്ന് അറിയാം, മുകളിൽ കയറി തന്നെ കുത്തനെ അങ്ങനെ ഒരു മലയാണ്, കുത്തനെ. അത് കയറി പോകണമെങ്കിൽ കുറച്ച് പ്രയാസമാണ്. മല കയറി ശീലമുള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് ശീലമില്ലാത്തതുകൊണ്ട്. അതിൽ പിന്നെ ഞങ്ങൾ അതൊക്കെ കയറി അവിടെ എത്തി. മറ്റേ മൊയ്തീൻ ഷെയ്ഖിൻ്റെ കൊടിമരമുണ്ട്, അതേമാതിരി റീഫായ് ഷെയ്ഖിൻ്റെ അടുത്താണിത് പോക്കുന്ന സ്ഥലം കേട്ടോ. ഇളകിയതല്ല ബാധ കൂടിയതൊക്കെ പോക്കുന്ന സ്ഥലം റീഫായ് ഷെയ്ഖിൻ്റെ അടുത്താണ്. അതിന് ഞങ്ങൾ മൊയ്തീൻ ഷെയ്ഖിൻ്റെ അടുത്ത് പോയി. അവിടെ ഒരു എണ്ണ ഉണ്ട്, മറ്റേ മജ്ലിസൊക്കെ നടത്തി കഴിഞ്ഞാൽ ആ എണ്ണ ഭയങ്കര ഫലമുള്ള എണ്ണയാണ്. ആ എണ്ണ തലയിലും എന്നോട് എൻ്റെ മനസ്സെന്നെ പറഞ്ഞു കുറച്ച് കണ്ണിലാക്കി കളാണ്.
അതിൽ ഞാൻ കണ്ണിൽ കുറച്ചാക്കിയപ്പോൾ ചൂട് ഇങ്ങോട്ട് കയറിയിട്ട് ഭയങ്കര ചൂട് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചൂട് തിളച്ച് മറിയുന്ന പോലെ കണ്ണൊക്കെ അതിൽ തിളച്ച് മറിയുന്ന പോലെ കേട്ടോ. അവിടുന്ന് പിന്നെ അങ്ങനെ റിഫൈ ഷെയ്ക്കിൻ്റെ അടുത്തൊക്കെ പോയി. അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ദേഹത്ത് നിന്ന് ഇറങ്ങിപ്പോയത്. പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ അങ്ങനെ ഒരു സംഭവം അൽഹംദുലില്ലാ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവാതിരിക്കട്ടെ അമ്മേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത് ഞാൻ നുണ പറഞ്ഞതല്ല കേട്ടോ, എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ അനുഭവം പറഞ്ഞത്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, ബൈ ബൈ, സീ യു, ബൈ ബൈ പറഞ്ഞ, ബൈ ബൈ പറ.